ലജ്ജ കൊണ്ട് ഞങ്ങളുടെ തല കുനിയുകയാണ്. ഞങ്ങൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടി പിച്ചയെടുക്കുകയാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോധ്യങ്ങളൊക്കെ ഷഹബാസ് ഷെരീഫിന് വളരെയധികം നല്ലതാണ്. കാരണം ഞങ്ങളൊരു ദരിദ്ര രാഷ്ട്രമാണെന്നും ഞങ്ങൾ മറ്റുള്ള രാജ്യങ്ങളോട് മുട്ടാറായിട്ടില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിചിത്രമായ ഒരു സംഭവ വികാസത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വർഷങ്ങളായി ലോകം മുഴുവൻ അറിഞ്ഞ ഒരു വസ്തുത തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കാൻ താനും പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീറും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നതായിട്ടാണ് ഷഹബാസ് ഷെരീഫ് തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ജനുവരി 30 വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ പാകിസ്ഥാനിലെ മുൻനിര കയറ്റുമതിക്കാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഷെരീഫ് ഈ കുറ്റസമ്മതം നടത്തിയത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കാരണം തന്റെ സർക്കാരിന് എടുക്കേണ്ടി വന്ന തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. വിദേശ നാണ്യ കരുതൽ ശേഖരം ഏതാണ്ട് ഇരട്ടിയായി എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്നാൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും രാജ്യങ്ങളുടെയും വായ്പകൾ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ വായ്പ എടുക്കാൻ പോകുന്നവന്റെ തല കുനിച്ചിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. പാകിസ്ഥാന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ അവസ്ഥ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഷെരീഫ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഫീൽഡ് മാർഷൽ അസീം മുനീറും ഞാനും ലോകം ചുറ്റി പണത്തിനായി യാചിക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. വായ്പ എടുക്കുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് വലിയൊരു ഭാരമാണ്. ലജ്ജ കൊണ്ട് ഞങ്ങളുടെ തല കുനിയുന്നു. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളോടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല എന്നാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ സുസ്ഥിരമാക്കുന്നതിന് കർശന നയങ്ങൾ പ്രയോഗിച്ചതിന് ശേഷം സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതിക്കായി അന്താരാഷ്ട്ര നാണയനിധിയുമായി പാകിസ്ഥാൻ സജീവ ചർച്ചകൾ നടത്തിവരുന്ന സമയത്താണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.